നമസ്കാരം. നമ്മുടെ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള തൃക്കൊടിത്താനം നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവ സമാപനത്തോടുകൂടി നടക്കുന്ന ദീപ മഹോത്സവമാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ദീപ മഹോത്സവത്തോടനുബന്ധിച്ച് പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട സ്റ്റേജിൽ ദീപം എല്ലാം കുത്തി നിറച്ച് അലങ്കരിക്കുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്ത സ്റ്റേജിൽ നാടകം നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദീപ അഗ്നി കൊളുത്തുകയുള്ളൂ. ചരിത്രപ്രസിദ്ധമായ ശരകൂട ദീപ മഹോത്സവം തൃക്കൊടിത്താനം നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ മാത്രം ഒരു പ്രത്യേകതയാണ്. പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളായ തൃക്കൊടിത്താനം, തൃപ്പലിയൂർ, തിരുവാറന്മുള, തിരുവൻമണ്ടൂർ, തൃച്ചിറ്റാറ്റ് തുടങ്ങിയ മഹാക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് തൃക്കൊടിത്താനം. പത്തില്ലത്തിൽ പോറ്റുമാർ ഊരായ്മക്കാരായിട്ടുള്ള ഈ ക്ഷേത്രത്തിലെ മഹാവിഷ്ണു പ്രതിഷ്ഠ സഹദേവനാൽ പ്രതിഷ്ഠിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അത്ഭുത നാരായണ ക്ഷേത്രമെന്നും ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നുണ്ട്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവും തൃക്കവിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രവും തൃക്കൊടിത്താനം നരസിംഹമൂർത്തി ക്ഷേത്രവും തുല്യ പ്രാധാന്യമുള്ള ഉപദേവന്മാരാൽ പ്രസിദ്ധമാണ്. 108 വൈഷ്ണവ തിരുപ്പതികളിൽ ഒന്നാണ് തൃക്കൊടിത്താനം നരസിംഹമൂർത്തി ക്ഷേത്രം. ഭക്തരുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ക്ഷേത്രസന്നിധിയിലേക്ക് ആകർഷിക്കുന്ന ഭക്തിനിർഭരമായ ചടങ്ങാണ് ദീപ മഹോത്സവം. നിങ്ങൾക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടാവുമല്ലോ. ജനാവലി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദീപ കണ്ടു തൊഴാനായി തങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഭഗവാനോട് പങ്കുവെച്ച് സംതൃപ്തി അടയാൻ വേണ്ടി അടുത്ത വർഷത്തെ ദീപയ്ക്ക് കാണാമെന്ന യാത്ര ചൊല്ലി പിരിയാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട സ്റ്റേജാണത്. വാഴയുടെ പിണ്ടിയാലാണ് സ്റ്റേജ് നിർമ്മിക്കുന്നത്. അതിൻ്റെ മുകളിൽ പ്രത്യേകമായി ഇലവുകൾ കീറി വെച്ച് ഉണ്ടാക്കിയ സ്റ്റേജിൻ്റെ മുകളിലേക്കാണ് ശരകൂടങ്ങൾ സ്ഥാപിക്കുന്നത്. 1008 ശരങ്ങളാണ് ഒരു ശരകൂടത്തിലുണ്ടാവുക. അതിൽ 100 കണക്കിന് ശരകൂടങ്ങളാണ് ഇവിടെ ഇപ്പോൾ കത്തി അമർന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ എത്ര വേണേലും ശരകൂടങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഓരോരോ ഭക്തർ അവർ വഴിപാടായി നടത്തിക്കൊണ്ടിരുന്ന ശരകൂടങ്ങൾക്ക് ഇപ്പോൾ കുറേ വർഷങ്ങളായി അതിനൊരു നിയന്ത്രണം വെച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ്. 100, 150, 200 അതിനകത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ അനുവദിക്കുന്നില്ല. അപ്പോൾ അത്രമാണം തിരക്കും സമയത്തിനത് ചടങ്ങ് കഴിയാതെ വരികയും ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള ആ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിനൊരു നിയന്ത്രണം വെച്ചിരിക്കുന്നത്. ശരകൂടം നിർമ്മിക്കുന്നത് തന്നെ അത് പ്രത്യേകമായ ആൾക്കാരാണ്. അതെല്ലാവർക്കും ഒന്നും ആ ശരകൂട നിർമ്മാണം അറിയത്തില്ല. ഇപ്പോൾ ശരകൂടത്തിൽ കത്തി അമരുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന കൊച്ചു കൊച്ചു ശരങ്ങളിൽ പന്തങ്ങൾ ചുറ്റി അത് എണ്ണയിൽ മുക്കി 1008 ശരങ്ങളാണ് ഒരു ശരകൂടത്തിലുണ്ടാവുക. ഭഗവാൻ കൂടാതെ എഴുന്നള്ളത്തായി അഗ്നിജ്വലി ഭഗവാന്റെ പ്രദക്ഷിണവും നമുക്ക് ബാക്കിയൊന്ന് കാണാം.
പതിനായിരങ്ങളെ സാക്ഷി നിർത്തി ഭഗവാൻ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭക്തിസാന്ദ്രമായ ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ പുറത്തുനിന്നും അത്യപൂർവമായ ഈ ചടങ്ങ് കാണുന്നതിന് വേണ്ടി ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. ചടങ്ങ് കഴിഞ്ഞതോടുകൂടി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാനുള്ള തിരക്കിലാണ്. ഭയങ്കര തിരക്കാണ്. കണ്ടില്ലേ? അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ദീപ മഹോത്സവത്തിന് നമുക്ക് വീണ്ടും കാണാം.